ഏതൊരു ക്രൈസിസ് സിറ്റുവേഷൻ വരികയാണെങ്കിലും ഏറ്റവും ആദ്യം ബാധിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഏവിയേഷൻ അല്ലെങ്കിൽ എയർലൈൻ ഇൻഡസ്ട്രി. ഫ്ലൈറ്റുകൾ ബന്ധാകുന്നു. ഇപ്പം കോവിഡിനാണെങ്കിലും അതിൽ വലിയൊരു പ്രതിസന്ധി നേരിട്ടൊരു വിഭാഗമായിരുന്നു എയർലൈൻ ടിക്കറ്റിങ്, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ. ഇവിടെ ഈ സിറ്റുവേഷൻ വന്നപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് സംഭവിച്ചത്. കോവിഡിനാണെങ്കിലും ഇപ്പോഴുള്ള സിറ്റുവേഷൻസ് ഒക്കെ സംഭവിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒരു വിഭാഗം കംപ്ലീറ്റ്ലി പാനിക്കാവുന്നു, അവർ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുക, അവർ നെഗറ്റീവിലേക്ക് പോകുന്നു. രണ്ടാമത്തെ ആളുകൾ അല്ലെങ്കിൽ ഫൗണ്ടേഴ്സ് ഒക്കെ എന്താണ്, ഇതിനെക്കുറിച്ച് ആളുകളെ ബോധവാന്മാരാക്കുന്നു, അവർക്ക് കുറച്ച് കോൺഫിഡൻസ് കൊടുക്കുന്നു, അവർക്ക് വാലിഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുന്നു. അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ അവിടെ നിലനിർത്തുന്നു. ഇവിടെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് ഈ നിലനിർത്തുന്ന ആളുകൾക്കാണ് മാർക്കറ്റിൽ തന്നെ ഇപ്പം അവർ ചിലപ്പോൾ ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്യും, അല്ലെങ്കിൽ പുതിയ അവസരങ്ങളും ഇതിൻ്റെ വിസയിലേക്കുള്ള അമെൻമെൻറ്റുകളൊക്കെ അവർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഓപ്പർച്യൂണിറ്റി കംപ്ലീറ്റ്ലി ഈ വിസിബിൾ ആയിട്ടുള്ള ആളുകൾക്ക് കിട്ടുന്നുണ്ട്. മറ്റുള്ളവർ എല്ലാവരും അവസാനിപ്പിക്കുന്നിടത്താണ് പുതിയ അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ രണ്ട് ക്വസ്റ്റ്യനേ ഉള്ളൂ. നിങ്ങൾക്ക് അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് വരാനുള്ള ചങ്കൂറ്റം ഉണ്ടോ ഇല്ലേ? ഉള്ളവർക്ക് കുറച്ച് സമയം കഴിഞ്ഞാണെങ്കിലും അവസരങ്ങൾ തേടിയെത്തും. അല്ലാത്ത ആളുകൾക്ക് ഇത് ആലോചിച്ച് പോസ് ചെയ്ത് ചിന്തിച്ചിരിക്കുന്നവർ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. അവർ വാനിഷായി പോയ ചരിത്രമേ ഉള്ളൂ.